കൊച്ചി കളമശ്ശേരി കാർബോറാൻഡം കമ്പനിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ പ്രദേശത്തെ 50 വീടുകൾക്ക് നാശനഷ്ടമെന്നുള്ള പരാതി. പുലർച്ചെയുണ്ടായ പൊട്ടിത്തെറിയിൽ വീടുകളുടെ ഭിത്തിയിൽ വിള്ളലുണ്ടായി. കമ്പനി അധികൃതർ നഷ്ടപരിഹാരം ഉറപ്പു നൽകിയതിനാൽ രാവിലെ നാട്ടുകാർ വിവരം പുറത്തു പറഞ്ഞില്ല. ആദിത്യൻ ഓമനക്കുട്ടൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദിത്യൻ, എന്താണ് നാട്ടുകാർ പറയുന്നത്? എപ്പോഴാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്? പൂജ ഇന്ന് പുലർച്ചെ ഒരു 3:45 കൂടിയാണ് 3:45 കൂടിയാണ് കളമശ്ശേരി കാർബോറാൻഡം ഫാക്ടറിയിൽ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായത്. അത് പ്രദേശവാസികളിലൊക്കെ അതിൻ്റെ പ്രകമ്പനം ഉണ്ടാവുകയും ആളുകളൊക്കെ വളരെ ഭയത്തോടെ പുലർച്ചെ ഉണർന്നെണീക്കുകയുമായിരുന്നു. ഇപ്പോൾ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചെന്ന് വ്യാപകമായി ഈ പ്രദേശത്ത് പരാതി ഉണ്ടാവുകയാണ്. നമ്മളിപ്പോൾ ഈ ഫാക്ടറിയോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്തെ ഒരു വീട്ടിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ നിലയിലെ കട്ടിളയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കട്ടിള ഇളകി പോകുന്ന രീതിയിൽ, അതായത് ഒരു സ്ഫോടനത്തിൻ്റെയോ ഒരു അപകടത്തിൻ്റെയോ ഒക്കെ ഒരു പ്രകമ്പനം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നതിന് സമാനമായി ഈ കട്ടിള ഇളകി മാറിയിരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ടൈലിൻ്റെ ഭാഗങ്ങൾ, ഇപ്പോൾ ഈ ഒരു മുകളിലത്തെ മുറിയിലെ ഒരു ടൈലിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതാ ഈ ടൈല് ഇളകി അടർന്നു പോയിരിക്കുന്നത് നമുക്ക് കാണാം. അത്തരത്തിൽ ഭിത്തിയിൽ വിള്ളലുണ്ടാകുന്ന രീതിയിൽ ഈ ടൈലുകൾ ഇളകി പോകുന്ന രീതിയിൽ ഒരു നാശനഷ്ടം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അതുപോലെ തന്നെ ഭിത്തിയിലൊക്കെ ഈ വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗങ്ങളിലും ഈ ബീമുകളോട് ചേർന്നുള്ള ഭാഗങ്ങളിലുമൊക്കെ വിള്ളലുകൾ നമുക്ക് കാണാം. സമാനമായി ഈ പ്രദേശത്തെ 50ഓളം വീടുകളിൽ ഇത്തരത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം, ഇത് മോൾട്ടൺ എന്ന ലോഹം ശീതീകരിച്ച ജലവുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായത് എന്നാണ് കമ്പനിയുടെ ഭാഗത്തുള്ള വിശദീകരണം. ഇവിടെ ഇപ്പോൾ ഈ ജനലിനോട് ചേർന്ന് നമുക്ക് കാണാം, വിള്ളലുകൾ കാണാം. ഇങ്ങനെ ഇത് ഈ വീട്ടിലെ മാത്രം കാഴ്ചയല്ല, ഈ പ്രദേശത്തെ ഒരുപാട് വീടുകളിൽ, ചെറുതും വലുതുമായ ഒരുപാട് വീടുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. താഴത്തെ ഒരു വീട്ടിൽ അതിൻ്റെ വീടിൻ്റെ മുൻഭാഗത്തെ കട്ടിള തന്നെ ഇളകി മാറുന്ന രീതിയിൽ ഒരു അപകടമുണ്ടായിട്ടുണ്ട്. ഈ പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ കുട്ടികളും ബന്ധുക്കളും ഒക്കെ ഒരുപാട് പേർ ചേർന്ന് താമസിക്കുന്ന വീടുകളിൽ പുലർച്ചെ ഇങ്ങനെ ഒരു അപകടമുണ്ടായത് ഇവിടുത്തുകാരിൽ ഒരുപാട് ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ചേട്ടാ, എപ്പോഴാണ് ഈ സംഭവിക്കുന്നത്? ഒരു 3:45 ആയി കാണും. ശരിക്കും പറഞ്ഞാൽ ഈ കള്ളന്മാർ വന്ന് വാതിൽ തല്ലിപ്പൊളിക്കണ മാതിരിയുള്ളൊരു സൗണ്ടായിരുന്നു. കുട്ടികളൊക്കെ പേടിച്ച് നൊലൊളിച്ച് ആകെ പ്രശ്നമായിരുന്നു. അപ്പോൾ ശരിക്കും ഞങ്ങൾ വിചാരിച്ചത് ഏതാണ്ട് ഭൂമി കുലുക്കം മാതിരിയുള്ള എന്തോ സംഭവമാണെന്നാണ്. പക്ഷെ നേരം വെളുത്തപ്പോഴാണ് ഇങ്ങനൊരു സംഭവമാണെന്ന് മനസ്സിലാവുന്നത്. അപ്പം തന്നെ എഴുന്നേറ്റ് പുറത്തൊക്കെ നോക്കി ഇനി വല്ല കള്ളന്മാരാണെന്ന് പറയും. അതിപ്പോൾ ഇപ്പോൾ രാവിലെ വന്നപ്പോഴാണ് ഈ പൊട്ടൽ. ഇവിടുത്തെ എഴുന്നേറ്റ് ഓടിക്കൂടിയല്ലേ? ഭയങ്കര സൗണ്ടായിരുന്നു. ഭയങ്കര സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇടിമിന്നലും ആര് വന്നിട്ട് പിന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇനി കള്ളനാണോ. കള്ളന്മാരും വന്നത് ഇങ്ങനെയാണല്ലോ. ഇപ്പോൾ എല്ലായിടത്തും ഈ ഇന്ത്യക്കാർ വന്ന് ഇങ്ങനെ പ്രശ്നങ്ങളാണല്ലോ. പേടിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ. കുട്ടികളൊക്കെ അന്യായ നൊലോളിയായിരുന്നു, ഇവരൊക്കെ നൊലോളിച്ച് വെള്ളമൊക്കെ ആയിരുന്നു. ചേട്ടൻ ഇവിടുത്തെ വാർഡ് കൗൺസിലറാണ്. എന്താണ് സംഭവിച്ചത് സത്യത്തിൽ? ഇന്നലെ ഒരുപാട് പേർക്ക് പരാതി ഉണ്ടല്ലേ? ഒരുപാട് പേർക്ക് പരാതിയുണ്ട്. ഇന്നലെ ഇന്ന് വെളുപ്പിന് 3:45 വലിയ ഭീമാകാരമായിട്ടുള്ള വലിയ ശബ്ദത്തോടു കൂടി ജനങ്ങൾ അറിയുന്നത്. അത് നല്ല ഉറക്കം കിട്ടുന്ന ഒരു ടൈമാണ് ഒരു 3:30 വെളുപ്പിനെന്ന് പറഞ്ഞാൽ. പെരുന്നാൾ ദിവസം കൂടിയാണ്. പെരുന്നാളെല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്താണ് ഈ ശബ്ദം കേൾക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ജനങ്ങൾ വാതിലും തുറന്ന് പുറത്തേക്ക് ഓടുമ്പോൾ മറ്റുള്ളവരെല്ലാവരും നിൽക്കുന്നു. ഏകദേശം ഒരു 2 മിനിറ്റിനുള്ളിൽ അറിഞ്ഞ് ഇത് കാർബോൺ കമ്പനിയിൽ നിന്ന് വരുന്ന സൗണ്ടാണ്. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അവിടെ ഫർണസ് പൊട്ടി ഈ സൗണ്ട് വന്നത്. ഇതിന് മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഫാക്ടറിയിൽ? ഇതിനു മുമ്പ് ഏകദേശം ഒരു 10 വർഷത്തിന് മുമ്പ് സംഭവിച്ചതാണ്. അന്നും ഇതേപോലെ കുറേ ആൾക്കാർ എല്ലാവരും കൂടി കമ്പനി ചെന്ന് അന്നും യാതൊരുവിധ നഷ്ടപരിഹാരങ്ങളും ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇത് സംഭവിച്ചപ്പോഴും ഇന്നലെ വെളുപ്പിനെ തന്നെ ജനങ്ങൾ അവിടെ ചെന്നു. അത് കഴിഞ്ഞിട്ട് കമ്പനിയുടെ ആളുകൾ പറഞ്ഞത് രാവിലെ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് കേടുപാടുകൾ പരിശോധിച്ചിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. കമ്പനിയോട് സംസാരിച്ചിരുന്നു അല്ലേ? കമ്പനിയോട് സംസാരിച്ചു. അവർ വന്ന് നോക്കിയിരുന്നു അവിടെ. ഇന്ന് രാവിലെ മുതൽ വിളിച്ചിട്ട് ഒരു 2 മണിയായപ്പോൾ വന്നു. 2 മണിയായപ്പോൾ വന്നിട്ട് 1-2 വീട് നോക്കിയതിന് ശേഷം അവർ പറഞ്ഞത് ഞങ്ങളിത് എഞ്ചിനീയർമാരായിട്ട് വന്നിട്ട് വൈകിട്ട് വന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞ് പോയി. അതുകൊണ്ടാണ് ജനങ്ങൾ അങ്ങനെ പരാതിയിലേക്ക് പോകാതിരുന്നത്. കാരണം അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായങ്ങൾ ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അങ്ങനെ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമായിട്ടും ഇവരെ കാണാതായപ്പോഴാണ് ജനങ്ങൾക്കൊരു ആശങ്ക വന്നത്. പക്ഷേ ഇതിലിവർ നഷ്ടപരിഹാരം നൽകുമെന്ന് സമ്മതിച്ചിരുന്നു. അവർ വന്ന് നോക്കിയിട്ട് എഞ്ചിനീയർമാർ വന്ന് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞൊരു പോക്ക് പോയിട്ട് പിന്നെ വന്നിട്ടില്ല. അതിൻ്റെ നഷ്ടപരിഹാരത്തിനുപരി ജനങ്ങളുടെ ആശങ്ക നിരന്തരം ഇടയ്ക്കടി ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ
ഇവിടെ സ്വസ്ഥമായിട്ടൊരു ജീവിതം എങ്ങനെ ജീവിക്കും? ഈ മറ്റു വീടുകളിലും മറ്റു വീടുകൾ 50ഓളം വീടുകൾ ഈ പരിസരത്ത് പൊട്ടൽ സംഭവിച്ചത്. പൂജ ഈ വീട്ടിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പ്രദേശത്തുണ്ടായിരുന്ന ഏറ്റവും അടുത്തൊരു വീട്ടിൽ കയറിയതാണ്. ഇവിടുത്തെ പരിസര പ്രദേശങ്ങളിലെ വീടുകളിലൊക്കെ ഇത്തരത്തിൽ ഈ കേടുപാടുകൾ ആരോപിക്കുന്നുണ്ട് ഒരുപാട് പേര്. നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇപ്പോൾ നമ്മളുടെ ഈ ദൃശ്യങ്ങൾ സ്ക്രീനിൻ്റെ ഒരു വശത്ത് കാണിക്കുന്നത് നമ്മളിപ്പോൾ ഈ എടുത്ത വീടും മറുവശത്ത് ഈ മറ്റു വീടുകളാണ് കാണിക്കുന്നത്. ഇവിടുത്തെ ആളുകളൊക്കെ പരിഭ്രാന്തരായി പുലർച്ചെ ഓടിക്കൂടുകയും ഇപ്പോൾ നാട്ടുകാർ രാവിലെ ചെന്നപ്പോൾ ആ ഫാക്ടറിയുടെ ഭാഗത്തു നിന്ന് അവർക്കൊരു ഉറപ്പൊക്കെ കൊടുത്തിരുന്നല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് അതിൽ നിന്ന് മാറിയത്? ഇപ്പോൾ അവർ അതിലായിരിക്കുമല്ലോ എന്തായാലും ആശ്വസിച്ചിരുന്നത്. ഒരു നഷ്ടപരിഹാരം ലഭിക്കുക എന്ന് പറയുന്നതായിരിക്കും അവരെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. എന്നിട്ട് എന്തുകൊണ്ട് ആ വാക്ക് മാറി? ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം എന്തുകൊണ്ട് ഈ സംഭവം ഉണ്ടായി, ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഉടനെ തന്നെ നാട്ടുകാർക്ക് നൽകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യം ഈ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? പൂജ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്പനി പറഞ്ഞത്, കമ്പനിയുടെ ഭാഗത്തുള്ള വിശദീകരണം, ഇത് ഒരു ലോഹം, ഒരു ശീതീകരിച്ച ജലവുമായി പ്രവർത്തിക്കും. മോൾട്ടൺ എന്ന ലോഹം ശീതീകരിച്ച ജലവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പൊട്ടിത്തെറിയാണെന്നാണ് കമ്പനിയുടെ ഭാഗത്തുള്ള വിശദീകരണം. പക്ഷേ അതേസമയം 50ഓളം വീടുകളിൽ കേടുപാടുണ്ടാകുന്ന രീതിയിൽ വലിയ പ്രകമ്പനം തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല ഇതിന് മുൻപ് സമാനമായ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നും അതിൻ്റെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നും പറയുന്നു. അതേസമയം ഇതിന് ഒരു വിദഗ്ധ സംഘം എത്തി, എഞ്ചിനീയർമാരടങ്ങുന്ന ഒരു വിദഗ്ധ സംഘം എത്തി ഈ നഷ്ടപരിഹാരത്തിൻ്റെ തോത് അളക്കണമെങ്കിൽ, ഈ വീടുകളിലെ കേടുപാടുകളൊക്കെ പരിശോധിക്കണമെങ്കിൽ അവർക്ക് ഇനിയും സമയം വേണമെന്നാണ് കമ്പനിയുടെ ഭാഗത്തുള്ള വിശദീകരണം. അതേസമയം രാവിലെ അവർ 1-2 വീടുകൾ വന്ന് കണ്ടുവന്നും രാവിലെ ഞാൻ കമ്പനി ചെന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തില്ല. അത് കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോൾ അവർ വന്നൊരു 2-3 വീടുകൾ നോക്കിയിട്ട് അവരുടെ ഇത് തീർത്തിട്ട് അവർ പോയി. അതിന് പിന്നെ ലാസ്റ്റ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഇത് പൊട്ടൽ ആണല്ലേ? ഈ പൊട്ടലുണ്ട് ബെഡ്റൂമിൻ്റെ അകത്ത്, പിന്നെ മേളിൽ ആ മറ്റേ ഇതിൻ്റെ ബാൽക്കണിയുടെ മേളിലൊക്കെ നല്ല പൊട്ടലുണ്ട്. ഇത് ഇവിടുത്തെ ഒരു വീടാണ്. ഇത് നിങ്ങൾ ഇന്ന് രാവിലെയാണ് ഇത് കാണുന്നത്? അല്ല, ഞാൻ ഉച്ചയപ്പോൾ നോക്കിയത്. എന്താ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്ന പ്രതീക്ഷ ഉണ്ടായില്ല. എന്നാലും രാവിലെ പിള്ളേരൊക്കെ അവർ സാധാരണ നമ്മൾ വിളിച്ചെണീപ്പിക്കണം. ഇതാ പൊട്ടലുണ്ടായപ്പോൾ അവർ ഞെട്ടി എണീച്ച് അവർ ഏതാണ്ട് കുറേ ഭീകരർ ആക്രമിക്കാൻ പറ്റുന്ന രീതിയിൽ ജനലും വാതിലൊക്കെ അടിച്ചു വിളിക്കുന്ന സൗണ്ടായിരുന്നു. ശരി, എന്തായാലും സമീപത്തെ 50ഓളം വീടുകൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട് എന്നാണ് അവിടുത്തെ നാട്ടുകാർ പോലും പറയുന്നത്. ഇതിനു മുമ്പും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും രാവിലെ ഇതോടുകൂടി നാട്ടുകാർ ചെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാമെന്നായിരുന്നു കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം ഉണ്ടായത്. പക്ഷേ അത് ഇതുവരെയും നടപ്പായിട്ടില്ല. അതിന്റെ ഒരു പ്രതിഷേധം കൂടി നാട്ടുകാർ അറിയിക്കുന്നുണ്ട്.